ഹായ് എല്ലാവർക്കും സുഖാണിച്ചിരിക്കുന്നു. ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് കസിൻസ് എല്ലാവരും കൂടിയിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇത്. അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് മാട്ടൂൽ കായൽത്തീരം റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പം നമ്മുടെ കൂടെ കുട്ടികളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പാർക്ക് ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കുറേ സമയം. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫലൂദയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഫലൂദ വരുന്ന സമയത്ത് കുട്ടികളും വലിയവരായാലും പാർക്കുള്ളത് കൊണ്ട് എൻജോയ് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കിട്ടുകയെന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ്. എപ്പോഴെങ്കിലായിരിക്കും നമ്മൾ ഇതേപോലെ എല്ലാവരും ഒരുമിച്ച് കിട്ടുക. അപ്പോൾ ഈ ഒരുമിച്ചുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ ഒന്ന് പുറത്തൊക്കെ പോവാറുണ്ട്, കസിൻസ് മാത്രമായിട്ട്. അപ്പം ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് കായൽത്തീരത്താണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ സമയം വർത്താനം പറയുക, ഇതേപോലെ കുട്ടികളുടെ പാർക്കിലാണെങ്കിൽ പോലും വലിയ ആൾക്കാരും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര രസമായിട്ട് നമ്മളവിടെ ടൈം ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. പേര് പോലെ തന്നെ കായലിൻ്റെ അടുത്ത് തന്നെയാണ്, അത് പുഴയുടെ അടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഭയങ്കര കാറ്റുണ്ടായിരുന്നു. ഈവനിങ്ങും ആണ്, അതുകൊണ്ട് നല്ല തണുത്തൊരു കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ടൈം പോയത് അറിയുന്നുണ്ടായിരുന്നില്ല അവിടെ ഇരിക്കുന്ന സമയത്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് ലോ വർക്ക്ഷോപ്പിൻ്റെ 14ാമത്തെ ബാച്ച് ഓപ്പൺ ആവാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഫ്രീ വർക്ക്ഷോപ്പാണ്. 21 ദിവസത്തെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. 21 ദിവസം എന്നതിന് പകരം 21 ടാസ്ക് ആയിരിക്കും ഉണ്ടാവുക. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് ആയാലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളായാലും നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലേ, നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാവാത്തതിൻ്റെ ഒരു റീസൺ എന്താ? അതിൽ ടാസ്കുകൾ ചെയ്യാത്തതുകൊണ്ട്, അതിൽ പറയുന്ന ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക, നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാത്തതുകൊണ്ടാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാത്തത്. അപ്പോൾ നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നത് 21 ദിവസത്തെ ക്ലാസ്സിനോടൊപ്പം തന്നെ ഓരോ ദിവസവും ഓരോ ആക്ഷൻ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്, ഓരോ ടാസ്കിലൂടെ. അപ്പം അതിലൂടെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു ഫ്രീ സെൽഫ് ലോ വർക്ക്ഷോപ്പാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ആർക്കെങ്കിലും അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലായിട്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം ഫീഡ്ബാക്ക് ഈ സെൽഫ് ലോ വർക്ക്ഷോപ്പിന് ഉണ്ട് എന്നുള്ളത്. പിന്നെ സെൽഫ് ലോ എന്ന് പറയുന്നത് സെൽഫിഷ് ആയിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും സെൽഫ് ലോ എന്ന് പറയുമ്പം എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് സെൽഫിഷ് ആണ് എന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മളെന്താണ് സെൽഫ് ലോ എന്ന് പറയുന്നത്? നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ, മറ്റാൾക്കാരായിക്കോട്ടെ, ഫ്രണ്ട്സിനായിക്കോട്ടെ, അവരെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മളെ സ്നേഹിക്കുന്നു. ആ കാര്യമാണ് സെൽഫ് ലോ. അല്ലാതെ നമ്മളെ മാത്രം കെയർ ചെയ്യുക, നമ്മളെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതല്ല സെൽഫ് ലോ എന്ന് പറയുന്നത്. നമ്മളെയും കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഫലൂദ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ഫലൂദ കഴിക്കാനാണ് കേട്ടോ. ഈ സമയത്ത് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. പിന്നെ ഫലൂദൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നടന്നിട്ട് പോകാനുള്ള കുറച്ച് നടക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ വണ്ടിയിലും കുറച്ച് ആൾക്കാർ നടന്നിട്ടുമാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.